Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഭരണത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം എന്നത് തീർത്തും ഇല്ലാതായെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപന പൊതുസമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അവർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സുകൾ കാലപ്പഴക്കത്തിൽ നശിക്കുന്നു. കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയണം എന്ന ആവശ്യം ശക്തമാകുന്നു. റെയിൽവേ ക്വാർട്ടേഴ്സും പരിസരവും കാട് മൂടിയ അവസ്ഥയിലായതോടെ ഇവിടം തെരുവു നായ്ക്കളുടെയും മറ്റും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ശ്രീനന്ദയുടെ വിയോഗത്തിൽ വിതുമ്പി നാട്. ശനിയാഴ്ച രാവിലെ ശ്രീനന്ദയുടെ മൃതദേഹം മാടായി ഗേൾസ് ഹൈസ്കൂളിലെത്തിച്ചപ്പോൾ സഹപാഠികൾക്കും അധ്യാപകർക്കും ദുഃഖം താങ്ങാനായില്ല. നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അടുത്തിലെ ഇറക്കത്തിൽ തകരാറിലായ ചരക്ക് ലോറി നിർത്തിയിട്ടത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി ആക്ഷേപം. ദിവസങ്ങളായി ലോറി ഇവിടെ നിർത്തിയിട്ടിട്ട്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഭരണത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം എന്നത് തീർത്തും ഇല്ലാതായെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപന പൊതുസമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അവർ. വാളയാർ കേസ് അട്ടിമറിക്കുന്നതിന് പോലീസിന്റെ ഉന്നത നിലയിലിരുന്ന ഉദ്യോഗസ്ഥരാണ് കൂട്ടുനിന്നതെന്ന വിവരമാണ് പുറത്തുവന്നിട്ടുള്ളതെന്നും മഹിളാ സാഹസ് യാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൊണ്ടുവരുവാനും സാമൂഹിക സാംസ്കാരിക രംഗത്ത് കൈപിടിച്ചുയർത്തുവാനും മുന്നോട്ട് വന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കാരണം ഓർത്തു നോക്കൂ, പുരോഗമനം പറയുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു വനിത വരാൻ എത്ര കാലമെടുത്തോ, അതുപോലെ തന്നെ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടോ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടോ, CPM-ന്റെ കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു വനിതാ സെക്രട്ടറിയെയോ നിയമിക്കുവാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത ഐത്തവും അനാചാരവും സ്ത്രീകൾ വീടിന്റെ അടുക്കളയ്ക്കപ്പുറത്തേക്ക് പൂമുഖത്തേക്ക് പോലും കടന്നു വരാൻ പാടില്ല എന്ന സാമൂഹിക ക്രമങ്ങൾ കൊടികുത്തി വാഴുന്ന 1917 തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന സമാപന സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ അഡ്വക്കേറ്റ് JB മേത്തർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ, സംസ്ഥാന ഭാരവാഹികളായ നസീമ ഖാദർ, R ബിന്ദു, രജനി രമാനന്ദ്, K സിന്ധു, ജയലക്ഷ്മി ദത്തൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, DCC ഭാരവാഹികളായ മാമുനി വിജയൻ, KP പ്രകാശൻ, ധന്യ സുരേഷ്, PV സുരേഷ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് A രതില, O സുജാത, MK പ്രസന്ന തുടങ്ങിയവർ പ്രസംഗിച്ചു. ടൗണിലെ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിൽ വെച്ച് മഹിളാ സാഹസ് യാത്രയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന ബസ് സ്റ്റാൻഡ് പരിസരത്തെ വേദിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സുകൾ കാലപ്പഴക്കത്താൽ നശിക്കുന്നു. കെട്ടിടങ്ങൾ പുതുക്കി പണിയണം എന്ന ആവശ്യം ശക്തമാകുന്നു. റെയിൽവേ ക്വാർട്ടേഴ്സും പരിസരവും കാടുമൂടിയ അവസ്ഥയിലായതോടെ ഇവിടം തെരുവുനായ്ക്കളുടെയും മറ്റും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം 5ഓളം റെയിൽവേ ക്വാർട്ടേഴ്സുകൾ ഉണ്ടായിരുന്നു. നേരത്തെ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ ക്വാർട്ടേഴ്സുകൾ നശിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവയിൽ ചിലത് പൂർണ്ണമായും നിലംപൊത്തി കഴിഞ്ഞു. ജീവനക്കാർ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കേണ്ട അവസ്ഥയാണ്. ഈ റെയിൽവേ ക്വാർട്ടേഴ്സുകളൊക്കെയും തന്നെ ഇപ്പൊ പഴകി വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ? എങ്ങനെയാ ഇതിപ്പോ പൊളിച്ചു മാറ്റേണ്ട നടപടികളുണ്ടോ? എത്തരത്തിലാണെന്നറിയാം. ഇതിന് ഒരു 2 വർഷം മുമ്പ് വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഈ റെയിൽവേന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറം ഇരിക്കുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാം റെയിൽവേക്ക് കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഇത് പൊളിച്ചു മാറ്റലും കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ ആ സമയത്ത് ഇവരൊന്ന് പറഞ്ഞ് നോക്കാന്നെല്ലാം പറഞ്ഞിട്ട് പോയതെല്ലാം പിന്നാരെ ഇവിടെ വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ മുത്തപ്പൻ്റെ ഉത്സവത്തിന്റെ സമയത്തും ഇതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് വൃത്തിയാക്കാനും പിടിക്കാനെല്ലാം ബുദ്ധിമുട്ട് കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ സംയുക്തമായിട്ട് ഓട്ടോക്കാരാണ് ഇതെല്ലാം ചെയ്തത്. റെയിൽവേന്റെ മുത്തപ്പൻ നടത്തിയതും പിടിച്ചത്. എന്നാൽ തന്നെ നമ്മളിത് അന്നേരം ഓരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്യണോ ഇങ്ങനെ വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞ് നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാ. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഉപകാരം, റെയിൽവേന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഉപകാരപ്പെടും. കാരണം അവർക്ക് വേറെ കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ. ഇനി 2 വർഷം മുമ്പ് വരെ നമ്മളെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരോട് താമസിച്ചു. ഇനി ഇത് കുറച്ചും കൂടി പഴകി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരും കാര്യങ്ങളായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും വരും. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാൽ ഈ 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇനിയും ആ പ്രശ്നങ്ങളും കാര്യങ്ങളും വരും. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് എന്തായാലും പൊളിച്ചു മാറ്റണം എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അല്ലെ? നാട്ടുകാർ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇത് പൊളിച്ചു മാറ്റി പുതിയ കോട്ടേഴ്സ് എടുക്കണം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ ക്വാർട്ടേഴ്സും പരിസരവും കാടുമൂടിയ അവസ്ഥയിലാണ്. തെരുവ് നായ്ക്കളുടെയും മറ്റും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. പഴയ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. റെയിൽവേയുടെ നിരവധി ക്വാർട്ടേഴ്സുകളാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ കാലങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് ഈ ക്വാർട്ടേഴ്സുകളൊക്കെയും തന്നെ ഇവിടെ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ തന്നെ തുടർന്നാൽ അത് സാമൂഹ്യ വിരുദ്ധർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ മാറാവുന്നൊരു സാധ്യത കൂടി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെയും തന്നെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ ഉപയോഗപ്പെടുന്ന രീതിയിൽ മാറ്റി തീർക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി. ശ്രീനന്ദയുടെ വിയോഗത്തിൽ വിതുമ്പി നാട്. ശനിയാഴ്ച രാവിലെ ശ്രീനന്ദയുടെ മൃതദേഹം മാടായി ഗേൾസ് ഹൈസ്കൂളിൽ എത്തിച്ചപ്പോൾ സഹപാഠികൾക്കും അധ്യാപകർക്കും ദുഃഖം താങ്ങാനായില്ല. സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തലേദിവസം വരെ കൂട്ടുകാരോട് കളിച്ചും ചിരിച്ചും സ്കൂളിലെത്തിയ ശ്രീനന്ദയെ ശനിയാഴ്ച രാവിലെ 9 മണിയോടെ ആംബുലൻസിൽ സ്കൂളിലെത്തിച്ചു. മൃതദേഹം സ്കൂളിലെ സ്റ്റേജിന് സമീപം പൊതുദർശനത്തിന് വെച്ചു. കരഞ്ഞു തളർന്ന കൂട്ടുകാരും അധ്യാപകരും ശ്രീനന്ദയെ അവസാനമായി കാണാൻ സ്കൂളിൽ എത്തിയിരുന്നു. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി NV ശ്രീനന്ദയുടെ അപ്രതീക്ഷിത മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. സ്കൂളിലേക്ക് വരുന്ന വഴിയാണ് വെള്ളിയാഴ്ച ശ്രീനന്ദ തോട്ടിൽ വീണ് മരിച്ചത്. പാഠ്യേതര പ്രവർത്തനങ്ങളിലും ശ്രീനന്ദ നിറഞ്ഞു നിന്നിരുന്നു. സ്കൂളിലെ പരിപാടികളിലെല്ലാം മുന്നിലുണ്ടായിരുന്നു. കലോത്സവങ്ങളിൽ സമ്മാനം നേടി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അശരണരായ ആളുകളെ ചേർത്തുപിടിക്കാൻ ഫണ്ട് സ്വരൂപിക്കാനും മുൻപിൽ നിന്നു. ശ്രീനന്ദയുടെ വിയോഗം വിശ്വസിക്കാനാകുന്നില്ലെന്ന് അധ്യാപകർ പറഞ്ഞു. പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ സബ് ജില്ലാ തലത്തിലൊക്കെ നടന്ന ഗണിതശാസ്ത്രമേളയിലൊക്കെ പങ്കെടുക്കുകയും ഉന്നത വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് ശ്രീനന്ദ. മാത്രമല്ല മാതൃഭൂമി സീഡ് പ്രവർത്തനങ്ങളിലും അതിൻ്റെ നേതൃത്വ തലത്തിൽ പങ്കെടുക്കുകയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തുകയും ചെയ്ത ഒരു കുട്ടി തന്നെയാണ് ശ്രീനന്ദ. ശ്രീനന്ദയെ പറ്റി പറയുകയാണെങ്കിൽ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റികളിലും വളരെ ഊർജ്ജസ്വലമായി വളരെ ഉഷാറോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ വിയോഗം നമ്മളെ രക്ഷിതാക്കൾക്കും സ്കൂളിനും താങ്ങാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. ശ്രീനന്ദ JRCയിൽ അംഗമായിരുന്നു. മാത്രമല്ല നമ്മുടെ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ബാലസംഘം പ്രവർത്തകയായിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ ആക്റ്റീവായ ഒരു പെൺകുട്ടി. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ തോട്ടിലേക്ക് വീണ് മരണമടഞ്ഞത്. നേരത്തെ അവർക്ക് എന്തെങ്കിലും കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ വളരെയേറെ വേദനിപ്പിക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ ജാഗ്രതയും മുൻകരുതലും
എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ്. ഈ അപ്രതീക്ഷിതവും ആകസ്മികവും നാടിനെ നടുക്കിയതുമായ ഈ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുൻ MLA TV രാജേഷ് ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ 10:30 വെങ്ങര സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അടുത്തില ഇറക്കത്തിൽ തകരാറിലായ ചരക്ക് ലോറി നിർത്തിയിട്ടത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി ആക്ഷേപം. ദിവസങ്ങളായി ലോറി ഇവിടെ നിർത്തിയിട്ടിട്ട്. പിലാത്തറ ഭാഗത്ത് നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി തകരാറിലായതിനെ തുടർന്നാണ് അടുത്തില എരിപുരം കയറ്റത്തിൽ റോഡിൽ നിർത്തിയിട്ടത്. വാഹനത്തിരക്കേറിയ പിലാത്തറ പാപ്പിനിശ്ശേരി റോഡിലാണ് ലോറി നിർത്തിയിട്ടിരിക്കുന്നത്. ലോറി നിർത്തിയിട്ടത് കാൽനടയാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമെല്ലാം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട പോലീസ് അധികൃതരാകട്ടെ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ്. ലോറി അടിയന്തരമായി മാറ്റാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 2 ആഴ്ചയിലധികമായി ലോറി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇതിലെ ഒരുപാട് സ്കൂൾ കുട്ടികളും നമ്മൾ എല്ലാവരും സ്ഥിരമായിട്ട് ഇതിലെ കാൽനടയായിട്ട് നടക്കുന്നതാണ്. ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടന്നുകൊടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഇപ്പോൾ 2 ദിവസത്തിനപ്പുറം തന്നെ ഒരു അപകടം നടന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ ലോറി മാറ്റി തരണമെന്നാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന യൂറീക്ക ബാലോത്സവത്തിന് വെള്ളൂരിൽ തുടക്കമായി. 200-ൽ പരം ബാലവേദി കുട്ടികൾ ഹൈഡ്രജൻ ബലൂൺ പറത്തിക്കൊണ്ടാണ് യൂറീക്ക ബാലോത്സവത്തിന് തുടക്കം കുറിച്ചത്. സയൻസ് ലാം വിജയികളായ സ്നേഹാദാസും ഡോക്ടർ യദു കൃഷ്ണനും ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന യുറീക്ക ബാലോത്സവം B25 വൈബിന് വെള്ളൂരിൽ തുടക്കമായി. 200-ൽ പരം ബാലവേദി കുട്ടികൾ ഹൈഡ്രജൻ ബലൂൺ പറത്തിക്കൊണ്ടാണ് B25 വൈബിന് തുടക്കം കുറിച്ചത്. ബാലവേദി ഗാനങ്ങളോടെ പരിപാടി ആരംഭിച്ചു. അമല ക്യാൻസർ റിസർച്ച് സെന്റർ സൊസൈറ്റിയിലെ സ്നേഹദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തണം. എന്ത് വളർത്തണം? ശാസ്ത്രബോധം വളർത്തണം. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ശാസ്ത്രബോധം വളർത്തുന്നത്? എന്തിനാ ശാസ്ത്രബോധം വളർത്തുന്നത്? എന്തിനായിരിക്കും? പോരട്ടെ ഉത്തരം. സ്യൂഡോ സയൻസിനെ എതിർക്കാനായിട്ട് ആണോ? അല്ലേ? സ്യൂഡോ സയൻസ് വളരാൻ പാടുവോ? പാടില്ല. അപ്പൊ അതിനാണ് ശാസ്ത്രബോധം വളരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെറിയ ചെറിയ കഥകൾ കേട്ട് തുടങ്ങാം, അല്ലേ? ഞാൻ ആദ്യം നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നന്ദ പി അധ്യക്ഷത വഹിച്ചു. സി കൃഷ്ണൻ സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. PV ദിവാകരൻ, സി കൃഷ്ണൻ, KV സുധാകരൻ, A മുകുന്ദൻ, ജോജി കൂട്ടുമ്മൽ, ദേവിക KK, നക്ഷത്ര പ്രമോദ്, യദു കൃഷ്ണൻ, അനിരുദ്ധ് KV തുടങ്ങിയവർ സംസാരിച്ചു. L ശൈലജ ടീച്ചർ വിശദീകരണം നൽകി. തുടർന്ന് ബാലവേദി കണ്ണൂരിന്റെ നേതൃത്വത്തിൽ വൈബ് തീം സോങ് അവതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തകർന്നു കിടക്കുന്ന പടന്ന തെക്കേക്കാട് വണ്ണത്താൻമുക്ക് തീരദേശ റോഡ് ടാറിംഗ് നടത്തി നവീകരിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പടന്ന ഡിവിഷൻ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. പടന്ന സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി CO സജി ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ഘട്ട നിർമ്മാണം നടക്കുന്ന പടന്ന ഗണേഷ് മുക്ക് തോട്ടം ഗേറ്റ് റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ നടപടി കൈക്കൊള്ളണമെന്നും സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ ആവശ്യമുന്നയിച്ചു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി CO സജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് മാമുനി രവി അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി KM ശ്രീധരൻ മുഖ്യാതിഥിയായി.
മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം വി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊച്ചി മൂവി അഡ്മിറേഴ്സ് അസോസിയേഷന്റെ മികച്ച സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ എ.ജി. കമറുദ്ദീൻ, ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി തിരുവള്ളൂർ സേവ അവാർഡ് നേടിയ ഇ.പി. പ്രകാശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ടി.വി. കുഞ്ഞിരാമൻ, എ. സുരേഷ് ബാബു, സി. വിദ്യാധരൻ, മാടായി കുഞ്ഞികൃഷ്ണൻ, എ.ജി. കമറുദ്ദീൻ, നെല്ലിക്കാൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. മാവിലാക്കടപ്പുറം യൂണിറ്റ് പഠന ഡിവിഷൻ ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. മാമുനി രവി പ്രസിഡന്റും വി.കെ. ഷാനിബ് ജനറൽ സെക്രട്ടറിയും NDP നൌഷാദ് ട്രഷററുമായി 17-അംഗ പ്രവർത്തക സമിതിയെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ പടന്നപ്പുറം റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്, ലേഡീസ് ഹെൽത്ത് ക്ലബ് നടത്തിയ കുറുന്തോട്ടി കൃഷി വിളവെടുപ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ പടന്നപ്പുറം റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്, ലേഡീസ് ഹെൽത്ത് ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുറുന്തോട്ടി കൃഷി വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി ക്രിയാത്മകമായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഔഷധഗ്രാമ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഈ കുറുന്തോട്ടി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. കുറുന്തോട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ മഹിമയൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രാചീന സംസ്കാരവുമായി വൈദ്യശാസ്ത്ര മേഖലയുമായി ഏറ്റവും അഗാധമായ ബന്ധമുള്ള ഒരു പേരാണ് കുറുന്തോട്ടി. ശൈലജ ബാബു അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരണം നടത്തി. MV ശകുന്തള, A. മാധവൻ, വയക്കര ബാബു, അമൽ ബാബു, TV ലക്ഷ്മിക്കുട്ടി, സിന്ധു രാമചന്ദ്രൻ, ധന്യ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര ജനുവരി 12-ന് പയ്യന്നൂരിൽ നിന്നും പ്രയാണം ആരംഭിക്കും. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും പ്രചരണം പൂർത്തിയാക്കിയാണ് മഹിളാസ് കേരള യാത്ര പയ്യന്നൂരിൽ എത്തുന്നത്. ജനുവരി 4-ന് കാസർഗോഡ് വെച്ച് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്ത മഹിളാ സാഹസ് കേരള യാത്ര ജനുവരി 12-ന് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പയ്യന്നൂരിൽ നിന്നും പ്രയാണം ആരംഭിക്കും. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും പ്രചരണം പൂർത്തിയാക്കി 12-ാം തീയതി രാവിലെ പയ്യന്നൂരിൽ മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മ പേടകത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സ്വീകരണ കേന്ദ്രമായ രാമന്തളിയിൽ ആദ്യത്തെ പ്രചരണ പരിപാടി ആരംഭിക്കുന്നത്. രാവിലെ 10 മണിക്ക് BKM ജംഗ്ഷനിൽ വെച്ച് ജാഥയെ സ്വീകരിച്ച് ഗാന്ധി പാർക്കിൽ എത്തിച്ചേർന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കൾ പങ്കെടുക്കും. തുടർന്ന് രാവിലെ 11:30-ന് കരിവെള്ളൂർ, 1:30-ന് കാങ്കോൽ, 3 മണിക്ക് പെരിങ്ങോം വയക്കര, 4 മണിക്ക് ചെറുപുഴ പുളിങ്ങോം എന്നിവിടങ്ങളിൽ സ്വീകരണത്തിനു ശേഷം പയ്യന്നൂർ ബ്ലോക്കിലെ മാതമംഗലം ബസാറിൽ 5 മണിക്ക് പൊതുയോഗ സമ്മേളനത്തോടെ ജില്ലയിലെ ആദ്യ ദിനത്തെ പ്രചരണം സമാപിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. K. ജയരാജ്, PV പ്രിയ, KT ഹരീഷ്, അത്തായ് പത്മിനി, EP ശ്യാമള, പുഷ്പ തറമ്മൽ, MV വത്സല, രജനി രമേശൻ, സുനിത കണ്ടോത്ത്, ശ്രീജ ശ്രീനിവാസൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയം നേടിയ പരിചമുട്ട് പൂരക്കളി കലാകാരന്മാരെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA നേതൃത്വത്തിൽ അനുമോദിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയം നേടിയ പരിചമുട്ട് പൂരക്കളി കലാകാരന്മാരെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA നേതൃത്വത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുമോദിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടി പൂമാല അണിയിച്ച കലാകാരന്മാരെ വെള്ളൂർ ബാങ്ക് പരിസരത്ത് നിന്ന് സ്കൂളിലേക്ക് ആനയിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും കുട്ടികൾക്കുള്ള ഉപഹാര വിതരണം നടത്തുകയും ചെയ്തു. ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു.
പ്രിൻസിപ്പൽ ജയചന്ദ്രൻ കെ സ്വാഗതവും ഹെഡ്മിസ്ട്രസ് ദീപ വി നന്ദിയും പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ, വാർഡ് കൌൺസിലർമാരായ ദാക്ഷായണി, ഇ കരുണാകരൻ, PTA പ്രസിഡന്റ് N രാജേഷ്, മദർ PTA പ്രസിഡന്റ് ദീപ്തിമോൾ, SMC ചെയർമാൻ സിനാജുദ്ദീൻ, സ്റ്റാഫ് സെക്രട്ടറിമാർ അജീഷ് ആന്റണി, സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുട്ടികളെ പരിശീലിപ്പിച്ച പൂരക്കളി കലാകാരൻ ശ്യാമപ്രസാദിനെയും പരിചമുട്ട് കലാകാരൻ സിബിനെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പായസം വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെസ്സിൽ ഫൈഡ് റേറ്റിംഗ് നേടിയ ഇൻഡോ US ചെസ് അക്കാദമി വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും അക്കാദമിയിലെ കുട്ടികളുടെ ചെസ് ടൂർണമെന്റും പിലാത്തറ ഇൻഡോ US ചെസ് അക്കാദമിയിൽ നടന്നു. ഇൻഡോ US ചെസ് അക്കാദമിയുടെ മുഖ്യ പരിശീലകനും മാനേജിംഗ് ഡയറക്ടറുമായ സത്യനാരായണൻ കള്ളാർമഠം വിജയികൾക്ക് സ്നേഹോപഹാരം നൽകി. ചെസ്സിൽ ഫൈഡ് റേറ്റിംഗ് നേടിയ ഇൻഡോ US ചെസ് അക്കാദമി വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും അക്കാദമിയിലെ കുട്ടികളുടെ ചെസ് ടൂർണമെന്റും പിലാത്തറ ഇൻഡോ US ചെസ് അക്കാദമിയിൽ നടന്നു. ഫൈഡ് റേറ്റിംഗ് നേടിയ ഉർസുലൻ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഇൻഡോ US ചെസ് അക്കാദമിയുടെ പിലാത്തറ സെന്ററിലെ ദർശിത് സജിത്ത്, ചിന്മയ വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇൻഡോ US ചെസ് അക്കാദമിയുടെ പയ്യന്നൂർ സെന്ററിലെ ആദിദേവ് ദീപക് എന്നിവർക്ക് ഇൻഡോ US ചെസ് അക്കാദമിയുടെ മുഖ്യ പരിശീലകനും മാനേജിംഗ് ഡയറക്ടറുമായ സത്യനാരായണൻ കള്ളാർമഠം സ്നേഹോപഹാരം നൽകി. 3 വിഭാഗങ്ങളിലായി നടത്തിയ ചെസ് ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിൽ കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി സുഗുനേഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി ഈശ്വരൻ നമ്പൂതിരി, മുൻ ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ മേലേടത്ത് എന്നിവർ പങ്കെടുത്തു. അണ്ടർ 18 വിഭാഗത്തിൽ വാസുദേവ് സജേഷ് ചാമ്പ്യനായി. അയാൻ പ്രജിത്ത്, സയാൻ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. അണ്ടർ 8 വിഭാഗത്തിൽ ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി സുഗുനേഷ് ബാബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അണ്ടർ 11 വിഭാഗത്തിൽ ചെസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഈശ്വരൻ നമ്പൂതിരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഈ വിഭാഗത്തിൽ സച്ദേവ് രമേശ് ചാമ്പ്യനായി. കൃതിക് പ്രവീൺ, നദിൽ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. അണ്ടർ 15 വിഭാഗത്തിൽ ശ്രീനന്ദു നമ്പ്യാർ ചാമ്പ്യനായി. രേവന്ത്, നന്ദകിഷോർ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഈ വിഭാഗം വിജയികൾക്ക് രാജൻ പിലാത്തറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ 1 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മികച്ച ചെസ് കളിക്കാർക്കുള്ള മെമന്റോ, മികച്ച പെൺകുട്ടികൾക്കുള്ള ട്രോഫി എന്നിവയും വിതരണം ചെയ്തു. അക്കാദമിയിലെ കുട്ടികൾക്ക് പരിശീലിക്കുന്നതിനായി ഫൈഡ് റേറ്റിംഗ് നേടിയ ദർശിത്തിന്റെ പിതാവ് സജിത്ത് അക്കാദമിക്ക് ഒരു ചെസ് ക്ലോക്ക് ഉപഹാരം നൽകി. അഭിഷേക് വടക്കേ മഠം നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കൈരളി ടിവിയും ദൃശ്യ പയ്യന്നൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ഷോ ജനുവരി 19 നടക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി സന്തോഷ് നിർവഹിച്ചു. കൈരളി ടിവിയും ദൃശ്യ പയ്യന്നൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ഷോ ജനുവരി 19 പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. സുപ്രസിദ്ധ സിനിമ പിന്നണി ഗായകൻ MG ശ്രീകുമാർ ഉൾപ്പെടെ 50ഓളം കലാകാരന്മാർ മെഗാ ഷോയിൽ അണിനിരക്കും. മെഗാ ഷോയുടെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി സന്തോഷ് നിർവഹിച്ചു. ഇത്തവണ കൈരളിയും ദൃശ്യയും ചേർന്നൊരുക്കുന്ന മെഗാ ഷോ പയ്യന്നൂർ ഇന്ന് വരെ കാണാത്ത ചരിത്രത്തിൽ ഒരു അത്ഭുതം പോലെ സംഭവിക്കുന്ന ഒന്നായി നാളെ പറയാൻ കഴിയുന്ന അത്രയും പങ്കാളിത്തം ഉണ്ടാക്കാൻ നമുക്കെല്ലാം ചേർന്നുകൊണ്ട് ഇടപെടാൻ വേണ്ടി കഴിയണം. ഈ മെഗാ ഷോ ഒരു ജനകീയ ഉത്സവമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ K. മധുസൂദന്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അദ്ദേഹം ഈ പരിപാടിക്ക് ഇന്ന് തന്നെ എത്തണം എന്ന ഒരു ഇതിൽ തന്നെയാണ് തീരുമാനിച്ച പരിപാടികൾ കുറച്ച് നീണ്ടുപോയി. കൂടാതെ അദ്ദേഹം ഒരു ഗതാഗത കുരുക്കിലും ട്രാഫിക് ബ്ലോക്കിലും പെട്ട് എത്താൻ പറ്റില്ല എന്ന് അറിയിക്കുകയുണ്ടായി. KV ഗണേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA C. കൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, KV ബാബു, PV കുട്ടൻ, K. ശിവകുമാർ, P. ശ്യാമള, കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം A. രവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. KSCA സംസ്ഥാന കമ്മിറ്റി അംഗം A. രവി ഉദ്ഘാടനം ചെയ്തു. നിവേദനത്തിന്റെ ഫോളോ അപ്പിൽ
ചിലപ്പോൾ പരാജയം വരുന്നുണ്ട്. ഇന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന് രവിയേട്ടൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്ക് ചിലപ്പോൾ ഈ ഫോളോ അപ്പ് വർക്ക് രാവാട്ട് നടത്തിയ മാതിരിയുള്ള ഒരു ഫോളോ അപ്പ് വർക്ക് നടത്താൻ ഇന്നുള്ള നേതൃത്വം നിരക്കാവുന്നുണ്ടാവില്ല. പക്ഷെ പലപ്പോഴും അവർ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്, മന്ത്രിമാരെ കാണുന്നുണ്ട്. നിയമമന്ത്രി ഇപ്പോഴത്തെ നിയമമന്ത്രിയെ കാണാനായിരുന്ന 1.5 കൊല്ലത്തിന് ശേഷമാണ് നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചത്. ഇപ്പോൾ ഈ മറ്റുള്ള പുറമേ പറയുന്നില്ല, അപ്പോൾ പലപ്പോഴും രാജീവിനും അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. KSCA പയ്യന്നൂർ പ്രസിഡന്റ് VV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. KSCA കണ്ണൂർ ജില്ലാ സെക്രട്ടറി PP കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സുനിൽകുമാർ KK, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, V കമലാക്ഷൻ, ബാലൻ K, മനോഹരൻ പയ്യന്നൂക്കാരൻ, TA പീതാംബരൻ, AV ശൈലജ, MV ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാടായി വടുകുന്ത ശിവക്ഷേത്ര ഉത്സവം 13 മുതൽ 18 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാടായി വടുകുന്ത ശിവക്ഷേത്രത്തിലെ ഉത്സവം ജനുവരി 13 മുതൽ 18 വരെ വിവിധങ്ങളായ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളോടെ നടക്കും. 13-ന് തിരുവാതിര നാളിൽ വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിപ്പാട് ഉത്സവത്തിന്റെ കൊടിയേറ്റം നടത്തും. തുടർന്ന് ശ്രീഭൂതബലി, തിരുവാതിര, നൃത്തനൃത്യങ്ങൾ. 14-ന് രാവിലെ 8-ന് പറവയ്പ്. വൈകിട്ട് 6:30-ന് ശ്രീരാമൻ അഗ്ഗിത്തായുടെ തിടമ്പ് നൃത്തം. 9:30-ന് ധ്വനി മ്യൂസിക് ബാൻഡ് വെങ്ങരയുടെ കരോക്കെ ഗാനമേള. 15-ന് വൈകിട്ട് 5 മണിക്ക് ആനപ്പുറത്ത് കാഴ്ചശീവേലി. 9:30-ന് ഗാനമേള. 16-ന് രാവിലെ 9 മണിക്ക് ക്ഷേത്ര നാഗസ്ഥാനത്ത് നാഗപൂജ. രാത്രി 9-ന് ചിരിമ കമ്മ്യൂണിക്കേഷൻസിന്റെ കോമഡി സൂപ്പർ നൈറ്റ്. 17-ന് രാവിലെ 8 മണി മുതൽ ഉത്സവബലി. രാവിലെ 11 മുതൽ സപ്തമാതൃക്കളുടെ പൂജ. രാത്രി 8 മണിക്ക് പള്ളിവേട്ട. 18-ന് രാവിലെ 8 മണിക്ക് ഭഗവാന്റെ ആറാട്ട് എഴുന്നള്ളത്ത്. വടുകുന്ത തടാകത്തിലേക്ക് ആറാട്ടിനായി പുറപ്പെടൽ. 14 മുതൽ 17 വരെ ഉച്ചയ്ക്ക് 12:30 മുതൽ 2 മണി വരെയും രാത്രി 8 മണി മുതൽ 9:30 വരെയും അന്നദാനം നടത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മോഹനൻ കക്കോപ്രവൻ, TV കുഞ്ഞിരാമൻ, C ശ്രീകുമാർ, KV നന്ദനൻ, KV അജിത് കുമാർ, സുധീർ വെങ്ങര, MK സതീഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. KSTA കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 25-26 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കുന്നതിന്റെ മുന്നോടിയായി പൂർവാധ്യാപക സംഗമം നടന്നു. പയ്യന്നൂർ NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി KSTA മുൻ സംസ്ഥാന സെക്രട്ടറി രമണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSTA കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 25-26 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. മുന്നോടിയായി പയ്യന്നൂർ NGO യൂണിയൻ ഹാളിൽ നടന്ന പൂർവാധ്യാപക സംഗമം KSTA മുൻ സംസ്ഥാന സെക്രട്ടറി KP രമണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റതാണെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിലേക്ക് ചെലുത്തി എന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും ഇവിടെ വന്നിരിക്കാൻ സത്യമായി ഇരിക്കാൻ കഴിയുന്നവരായിട്ട് മാറുന്നത്. കാലം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എത്ര പെട്ടെന്നാണ് അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര വലിയ പരിവർത്തനങ്ങളാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ എന്ന്. പക്ഷെ അതിൽ നമ്മൾ ബേജാറാവേണ്ടുന്ന ഒരു കാര്യമില്ല. ഇതൊക്കെ പോയാലും ശരി, യുഗപരിവർത്തനം എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ കവിതയിൽ VP മോഹനൻ അധ്യക്ഷത വഹിച്ചു. K ശശീന്ദ്രൻ, KC മഹേഷ്, KV സുധീർ, K രഞ്ജിത്ത്, KC സുനിൽ, K രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റ് പുതുതായി നിർമ്മിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റ് പുതിയതായി നിർമ്മിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ജനുവരി 12-ന് ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5 മണിക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് TV സുജിത്ത് നമ്പ്യാർ അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി M റംഷാദ് റിപ്പോർട്ട് അവതരിപ്പിക്കും. ജനപ്രതിനിധികൾ, വ്യാപാരി നേതാക്കൾ, വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ എന്നിവർ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ TV സുജിത്ത് നമ്പ്യാർ, N റംഷാദ്, സതീശൻ കോത്തിരി, തോമസ് ജോസഫ്, വത്സ ജോൺ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ.
തെങ്ങോലപ്പുഴു ബാധിച്ച പടന്ന ഗ്രാമപഞ്ചായത്തിലെ തെങ്ങിൻ തോപ്പുകളിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ എതിർപ്രാണികളെ തുറന്നുവിട്ടു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. മുഹമ്മദ് അസ്ലം പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. തെങ്ങോലപ്പുഴു അഥവാ ഓലതീനി പുഴുക്കളുടെ രൂക്ഷമായ ആക്രമണത്തിലാണ് പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ തെങ്ങിൻ തോപ്പുകൾ. പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ തെങ്ങിൻ തോപ്പുകളിൽ എതിർപ്രാണികളെ തുറന്നുവിട്ടു. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് ഈ പറയപ്പെട്ട നാളികേര ഉൽപ്പന്നം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നാളികേര ഉൽപ്പന്നത്തിന് അല്പം വിലയുള്ളൊരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏപ്രിൽ മാസം വരെ നീണ്ടു നിൽക്കുന്ന അഥവാ ഒക്ടോബർ മാസത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പുഴുക്കളിലൂടെ നമ്മൾ വ്യാപകമായിട്ട് നമ്മുടെ തെങ്ങുകളെ നശിപ്പിക്കുന്ന, പ്രത്യേകിച്ച് 50% വരെ ഉൽപ്പാദനം തടയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രോഗാണുക്കൾ പടർന്ന സാഹചര്യത്തിലാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസ് വഴി ഈ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രവർത്തനം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു എതിർപ്രാണികളെ എത്തിച്ചത്. ഡോക്ടർ പ്രതിഭ PS മാർഗനിർദ്ദേശ പ്രകാരമായിരുന്നു എതിർപ്രാണികളെ തെങ്ങുകളിൽ തുറന്നുവിട്ടത്. പുഴുക്കളിൽ മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തി തെങ്ങോലപ്പുഴുവിന്റെ ലാർവകളെ നശിപ്പിച്ച് ആക്രമണത്തിന്റെ തീവ്രത കുറച്ചുകൊണ്ടുവരികയാണ് എതിർപ്രാണികൾ ചെയ്യുന്നത്. 40 മുതൽ 60 വരെ ദിവസത്തിനിടെ ഇവ പെരുകി മറ്റു തെങ്ങുകളിലേക്കും പടരും. 3-4 മാസങ്ങൾക്കകം തന്നെ പുഴുശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇതിലൂടെ കഴിയുന്നതാണ്. ഏപ്രിൽ ജനുവരി തുടങ്ങി മെയ് മാസത്തെ ആ ഒരു വേനൽക്കാല സീസണിലാണ് ഇത് കംപ്ലീറ്റ് വ്യാപിക്കുന്നത്. മഴക്കാലത്തോടുകൂടി ഇതിന്റെ ആക്രമണം ഇല്ലാണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇതിൻ്റെ അറിയിപ്പ് കിട്ടിയ ഉടനെ നമ്മൾ കാസർഗോഡ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ നിന്ന് ഇതിനെ നമുക്ക് നശിപ്പിക്കാൻ ആവശ്യമായ എതിർപ്രാണികളെ ഇന്ന് തുറന്നുവിടാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഇന്നുള്ളത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. മുഹമ്മദ് അസ്ലം, കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, കൃഷി അസിസ്റ്റന്റ് കപിൽ PP, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിദ അഷ്റഫ്, അസൈനർ കുഞ്ഞി, കർഷക സംഘം പടന്ന വില്ലേജ് പ്രസിഡന്റ് GS ജഹാംഗീർ, കർഷക P. സഫറ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജീവകാരുണ്യ മേഖലയിൽ സേവനം നടത്തിവരുന്ന തണൽ അറ്റ് 9 കൂടുതൽ അശരണർക്ക് തണലേകാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കബഡി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ജനുവരി 13 നടക്കാവ് ബൈത്താൻ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം പഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്യും. അശരണർക്ക് തണലേകുന്നതിനായി കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കബഡി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ജനുവരി 13 നടക്കാവ് ബൈത്താൻസ് ഫ്രെഡറിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം പഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് TV കുഞ്ഞമ്പു നായർ, കൊയോങ്കര TV ഗോവിന്ദൻ, KT ശാന്തകുമാരിയമ്മ, K നാരായണൻ, MV അമ്പുകുഞ്ഞി എന്നിവരുടെ സ്മരണയ്ക്കായുള്ള ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ പ്രദീപ് രാമപുരം, സൂര്യ ഗോപാലകൃഷ്ണൻ, മനു കൊയോങ്കര, KP സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഭരണത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം എന്നത് തീർത്തും ഇല്ലാതായെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപന പൊതുസമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സുകൾ കാലപ്പഴക്കത്തിൽ നശിക്കുന്നു. കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയണം എന്ന ആവശ്യം ശക്തമാകുന്നു. റെയിൽവേ ക്വാർട്ടേഴ്സും പരിസരവും കാടുമൂടിയ അവസ്ഥയിലായതോടെ ഇവിടം തെരുവു നായ്ക്കളുടെയും മറ്റും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ശ്രീനന്ദയുടെ വിയോഗത്തിൽ വിതുമ്പി നാട്. ശനിയാഴ്ച രാവിലെ ശ്രീനന്ദയുടെ മൃതദേഹം മാടായി ഗേൾസ് ഹൈസ്കൂളിൽ എത്തിച്ചപ്പോൾ സഹപാഠികൾക്കും അധ്യാപകർക്കും ദുഃഖം താങ്ങാനായില്ല. നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അടുത്തിലെ ഇറക്കത്തിൽ തകരാറിലായ ചരക്ക് ലോറി നിർത്തിയിട്ടത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി ആക്ഷേപം. ദിവസങ്ങളായി ലോറി ഇവിടെ നിർത്തിയിട്ടിട്ട്. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.